ഡിസ്നി ആനിമേഷൻ സിനിമകളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീക്വൽ എന്ന് വെച്ചാൽ 10 ഔട്ട് ഓഫ് 10 മാർക്ക് കൊടുക്കാൻ പറ്റിയ സീക്വൽ. അതാണ് സൂട്ടോപ്പിയ 2. അതിൻ്റെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു വിചിത്രമായ ഒരു കാര്യം പറയാം. അതെന്തിനാ പറയുന്നതെന്ന് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സമ്പന്നമായ ഉയർന്ന ജാതിയിലുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു അധികാരവർഗം അവരുടെ പവർ കാണിക്കാനും അവരുടെ ജാതി വലുതാക്കാനും വേണ്ടിയിട്ട് പാവപ്പെട്ട അധഃകൃതരെന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ ജനതയെ വൈപ്പ് ഔട്ട് ചെയ്ത് അവരുടെ ഭൂമി സ്വന്തമാക്കുകയും അവിടെ അവർക്ക് ആഗ്രഹമുള്ള പല സാധനങ്ങൾ കെട്ടിപ്പൊക്കുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തിയിൽ പലായനം ചെയ്യപ്പെടുന്ന ഈ പാവപ്പെട്ട ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ചെറിയ ചെറിയ ഫൈറ്റുകൾ നടത്തി ജീവിക്കേണ്ടി വരുന്നു. അതിനിടയിലേക്ക് 2 പാവപ്പെട്ട പോലീസുകാർ ഒരു കേസന്വേഷണം വരുന്നു. ഈ വലിയ ചതിയുടെയും ഈ വലിയ അധികാരമോഹത്തിൻ്റെയും ജാതിയുടെയൊക്കെ ഇടയിലേക്ക് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നിന്ന് അവർ ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പാരഞ്ജിത്തിൻ്റെയോ വെട്രിമാരൻ്റെയോ മാരി സെൽവരാജിൻ്റെയോ സിനിമയുടെ കഥയൊന്നുമല്ല. ബേസിക്കലി ഇതാണ് സുട്ടോപ്പിയ 2ൻ്റെ കഥ. ഒരുപക്ഷേ ഏതോ ഒരു വെട്രിമാരൻ ഫാൻ ഡിസ്നി ആനിമേഷൻ ഉണ്ടെന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇത്രയും സീരിയസ് ആയിട്ട് ഇത്രയും പൊളിറ്റിക്കലായിട്ട് ഇത്രയും ഉച്ചിലൊന്നുമല്ല സിനിമ. സിനിമ ഭയങ്കര രസമുള്ള, കണ്ടിരിക്കുന്ന, ഒരുപാട് തമാശകളുള്ള, ഒരേ സമയം ത്രില്ലിങ്ങും ഒരേ സമയം കോമിക്കും കാർട്ടൂൺ ഷോ ഒക്കെ ആവുന്ന ഒരു ഗംഭീര പാക്കേജാണ് സുട്ടോപ്പിയ 2. ഇനി കഥയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ആദ്യ പാർട്ടിൻ്റെ സംഭവങ്ങൾക്ക് ശേഷം സുട്ടോപ്പിയയിലെ തന്നെ 2 സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ജൂഡി എന്ന മുയലും നിക്ക് എന്ന കുറുക്കനും. ഇവരാണ് നമ്മുടെ ഹീറോ കപ്പിൾസ്. ഇവിടെയും ഇവരൊരു ചെറിയ മോഷണ കേസ് അന്വേഷിക്കാൻ പോകുന്നു. അത് ചെന്ന് എത്തിപ്പെടുന്നത് സുട്ടോപ്പിയയുടെ ചരിത്രത്തിലേക്കുള്ള വലിയൊരു വെളിച്ചം വീശുന്ന കേസിലേക്കാണ്. അവിടുന്ന് അങ്ങോട്ട് അവിടെ ത്രില്ലടിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകളുള്ള ഒരു വമ്പൻ സ്റ്റോറിയിലേക്കാണ്. 2 കാരണം കൊണ്ടാണ് ഈ സിനിമയ്ക്ക് 10 ഔട്ട് ഓഫ് 10 മാർക്ക് കൊടുക്കേണ്ടുള്ളത്. ഒന്നാമത്തേത് ഇതിൻ്റെ സ്റ്റോറി. ഒരു വലിയ ക്രൂഷ്യലായിട്ടുള്ള ത്രില്ലിങ് സ്റ്റോറിയെ ഭയങ്കര രസകരമായിട്ട് തമാശയൊക്കെ ആഡ് ചെയ്ത് നിറച്ച് ഫണ്ണി മൊമെന്റ്സ് ഫില്ല് ചെയ്ത് ഗംഭീരമായിട്ട് ഡെലിവർ ചെയ്തു. അതും ഒരു ലൈവ് ആക്ഷൻ ത്രില്ലർ സിനിമ എങ്ങനെയാണോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ലൈമാക്സിലാവട്ടെ അതിനു മുമ്പുള്ള സെക്കൻഡ് ആക്ടിലാവട്ടെ എല്ലാം ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ആനിമേഷൻ. ആനിമേഷനിൽ ഓരോ ഡീറ്റെയിലിങ്ങിനും കൈയിടിക്കേണ്ടതാണ്. അതായത് സുട്ടോപ്പിയയിൽ പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട്. അതിൽ മാനുണ്ടാവാം, കടുവയുണ്ടാവാം, എലി ഉണ്ടാവാം, ചില പാമ്പുകളുണ്ടാവാം. ഇവയെല്ലാം ഇവരുടെ ഡ്രസ്സ്, ഇവരുടെ വാഹനങ്ങൾ, ഇവർ ജീവിക്കുന്ന വീടുകൾ, ഇതെല്ലാം വരച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ജീവികൾക്കും അനുസൃതമായിട്ട് എന്തൊക്കെയാണോ, ഏതൊക്കെ രീതിയിലാണോ, ഏതൊക്കെ ആകൃതിയിലാണോ ഒക്കെയാണ്. ഈ ഡീറ്റെയിൽ കാണാൻ വേണ്ടി മാത്രം നമ്മൾ സുട്ടോപ്പിയ 2 രണ്ടാമത് കാണേണ്ടി വരും. അത്രയ്ക്ക് മനോഹരമാണ് ആനിമേഷൻ. സാധാരണ ഒരു ലൈവ് ആക്ഷൻ സിനിമയിലാണെങ്കിൽ മേക്കപ്പ് ഗംഭീരമായിരുന്നു, ഇല്ലെങ്കിൽ ആർട്ട് വർക്ക് ഗംഭീരം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇത് രണ്ടും ഒരു ആനിമേഷൻ സിനിമയിലേക്ക് ആകുമ്പോൾ ആ ആനിമേഷൻ്റെ ഓരോ ഡീറ്റെയിലിങ് പെർഫെക്റ്റ് ആവുന്നു. അത് ഓരോ സീനിനെ റിച്ചാർഡെന്ന് മാത്രമൊന്നുമല്ല, ആ കഥയിലേക്ക് ആ ഒരു ആനിമേഷൻ സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു ആകൃതി, ആ ഒരു രീതി, ആ ഒരു ഡിസൈൻ എന്തുമാത്രം ബ്ലെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പടം കാണുമ്പോൾ നമുക്ക് ഓരോ സീനിലും അറിയാൻ പറ്റും. പ്രത്യേകിച്ചൊന്നുമില്ല, ഏറ്റവും കൂടുതൽ ചുരുക്കി പറയാൻ പറ്റുന്നത് ഇത്ര മാത്രമാണ്. സുട്ടോപ്പിയ ഫസ്റ്റിൻ്റെ 10 ഇരട്ടിയാണ് സുട്ടോപ്പിയ 2. കുട്ടികൾക്ക് മാത്രം കാണാനുള്ള സിനിമയാണെന്ന് കരുതരുത്. എല്ലാവർക്കും കാണാം, ചിരിക്കാം, കൈയടിക്കാം. ഗംഭീര സിനിമയാണ്.